യെസ് മക്കളെ, +2 കെമിസ്ട്രിയിലെ അമീൻസ് എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അമീൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. +2 ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് അമീൻസ്. അതുകൊണ്ട് തന്നെ മറ്റു ചാപ്റ്ററുകൾ നിങ്ങൾ കണ്ട അത്ര സമയമൊന്നും അമീൻസ് എന്ന ചാപ്റ്റർ തീർക്കാൻ നിങ്ങൾക്ക് ചെലവ് വരില്ല. 2 പാർട്ടായിട്ട് നമ്മൾ ഇത് മാറ്റുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ പാർട്ടും നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അമീൻസ് എന്ന് എല്ലാവരും ഒന്ന് ഹെഡിങ് എഴുതിക്കേ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ നോട്ട്ബുക്കൊക്കെ തുറന്നു വെച്ച് പേനൊക്കെ എടുത്ത് പറയുമ്പോൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് നിങ്ങൾ വെറും കാഴ്ചക്കാരല്ലാതെ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. ഗുണത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ സമയം ചെലവാക്കുന്നത്. ഒന്ന് ഉഷാറായിട്ട് എഴുതിക്കേടാ. അമീൻസ് എന്നാണ് ഹെഡിങ്. അമീൻസ് എന്നൊന്ന് ഹെഡിങ് എഴുതിക്കേ. അമീൻസ്. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ മോനെ, വീഡിയോ ഇങ്ങനെ പോസ് ചെയ്ത് നോട്ടൊക്കെ തരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് എഴുതി എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ എൻ്റെ കൂടെ വന്നാൽ നല്ല രസം ഉണ്ടാകും. എന്താണ് അമീൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് അമീൻ എന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഇതാണ്: അമീൻസ് ആർ ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ. ചാമ്പിക്കേ മോനെ, അമീൻസ് ആർ പറഞ്ഞേ ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ. അമീൻസ് ആർ ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ. ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ. അമോണിയയുടെ ഡെറിവേറ്റീവുകളാണ് അമീനുകൾ. അപ്പൊ അമോണിയ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. NH3 നല്ലേടാ. ആ NH3 എന്നതിലെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോട്ടെ, ബാക്കി എത്ര എണ്ണം ഉണ്ടാകും? 2 എണ്ണം ഉണ്ടാകും. അപ്പൊ NH2 നായില്ലേ. അപ്പൊ ആ നൈട്രജന്റെ ഒരു വാലൻസി കുറവില്ലേടാ. ആ ഒരു വാലൻസി കുറവുള്ളിടത്ത് ഞാനൊരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനി കാർബൺ, മീഥൈലോ ഈഥൈലോ പ്രൊപ്പൈലോ എന്തെങ്കിലും ആവട്ടെ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു. അപ്പൊ ഇതിനെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് അമോണിയ എന്ന് പേര് വിളിക്കാം. അമോണിയയുടെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തതായതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് അമോണിയയാണ്. ഇനി ഈ അമോണിയയിൽ ഈ NH2 ഇനിയുമുണ്ട് 2 ഹൈഡ്രജൻ. ശരിയല്ലേടാ? ഞാൻ ഒരു ഹൈഡ്രജനെ കൂടി മാറ്റിയിട്ട് വീണ്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കുകയാണ്. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും: RNH എന്നിട്ട് ഒരു R ഗ്രൂപ്പ് കൂടെ കൊടുത്തു. ശരിയല്ലേടാ? ഒരു ഹൈഡ്രജനും കൂടി പോയി പകരം ഒരു R ഗ്രൂപ്പ് കൂടെ കൊടുത്തു. ഇനി അടുത്തത് നോക്കിക്കോട്ടാ, ഒരു ഹൈഡ്രജനും കൂടി ഉണ്ട്, അതിനെയും കൂടി ഞാൻ അങ്ങോട്ട് റിമൂവ് ചെയ്യാണ്. അതിനെയും കൂടി റിമൂവ് ചെയ്താൽ RNRR എന്നാകും. ശരിയല്ലേ? നൈട്രജന്റെ 3 ഹൈഡ്രജനെയും ഞാൻ റിമൂവ് ചെയ്ത് പകരം അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു. ഈ കാണുന്നവരെല്ലാവരും അമീൻസ് ആണ്. ഇവരെല്ലാവരും എന്താണ് പറ? അമീനുകളാണ്. ഇതിന് ഓരോന്നിനും ഓരോരോ പേരുണ്ട്. ഇത് പ്രൈമറി അമീൻ, ഇത് സെക്കൻഡറി അമീൻ, ഇത് ടെർഷ്യറി അമീൻ വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, അമീൻസ് എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഡെറിവേറ്റീവുകളാണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്ക്. ഇതാ കേട്ടോട്ടോ, ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു അമീൻസ് പലവിധമുണ്ട്. ഏതാണ് അമീൻസിന്റെ 3 ടൈപ്പ്? ഏതാടാ പറ? പ്രൈമറി അമീൻ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്, ടെർഷ്യറി അമീൻ ഉണ്ട്. പഠിച്ചു വെച്ചോ മോനെ. ക്ലാസിഫിക്കേഷനിൽ ഒന്നാമനാണ് പ്രൈമറി അമീൻ. എല്ലാരും ഒന്ന് പഠിക്കണേ മോനെ, പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോ, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് NH2 ഗ്രൂപ്പ് ആയിരിക്കും. ഹലോ, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് ആരാണ് പറ? NH2 ആണ്. അപ്പൊ ഉദാഹരണത്തിന് കേട്ടോട്ടാ, CH3NH2 കണ്ടോ? NH2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അത് പ്രൈമറി അമീൻ ആണ്. വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. CH3 ഇവിടെ NH2 കണ്ടോ? ഇവിടെയും NH2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നല്ലോ, അത് പ്രൈമറി അമീൻ ആണ്. ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്ന ചാപ്റ്ററിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽക്കഹോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് മനസ്സിലാക്കുന്നത് അതിലെ OH അറ്റാച്ച് ചെയ്യുന്ന കാർബണിന്റെ ഡിഗ്രി നോക്കിയിട്ടാണ്. ഓർമ്മയില്ലേ? OH അറ്റാച്ച് ചെയ്യുന്ന കാർബണിന്റെ ഡിഗ്രി. ആ കാർബൺ പ്രൈമറി ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കരുത്. കാര്യം ഇവിടെ അമീൻസിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ NH2 എന്ന ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിനെ നീ നോക്കേ വേണ്ട. ഇവിടെ NH2 അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ഇല്ലേ, അത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ എന്ന് നോക്കണ്ട. പിന്നെ എന്ത് മാത്രം നോക്കിയാൽ മതി? NH2 എന്ന ഗ്രൂപ്പ് ആണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി. NH2 എന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അയാൾ പ്രൈമറി ആൽക്കഹോൾ ആണ്. മനസ്സിലായല്ലോ? ഇപ്പൊ വേറൊരു എക്സാമ്പിളൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. CH3 സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, CH3 ഇവിടെ CH3 കണ്ടില്ലേ? ഇതിപ്പോ ഒരു ടെർഷ്യറി കാർബൺ ആണ് ഈ കാണുന്നത്, അറിയാവുന്ന കാര്യമാണ്. എന്നാലും അതിൽ NH2 എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഇറ്റ് ഈസ് പ്രൈമറി അമീൻ. പഠിച്ചില്ലടാ? അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീനുകൾ ഡിഫർ ചെയ്യുന്നത് അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ്, അല്ലാതെ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന്റെ ഡിഗ്രി നോക്കിയിട്ടല്ല. പഠിച്ചല്ലോ? പ്രൈമറി അമീൻ. രണ്ടാമത്തതാണ് സെക്കൻഡറി അമീൻ. ചാമ്പിക്കോമോനെ, സെക്കൻഡറി അമീൻ. സെക്കൻഡറി അമീൻ ആണെങ്കിൽ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്: ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് NH ആണ്. NH
എടാ അമോണിയയുടെ 2 ഹൈഡ്രജൻ ഊരി എടുത്താലല്ലേടാ NH ആവുക. അതുകൊണ്ട് തന്നെ 2 വാലൻസി ഉണ്ടാകും. NH എന്നൊരു സാധനം കണ്ടാൽ ഒന്നും നോക്കണ്ട, ഇറ്റ് ഈസ് പറ സെക്കൻഡറി അമീൻ. നോക്കിക്കോ മോനെ, CH3 സിംഗിൾ ബോണ്ട് NH സിംഗിൾ ബോണ്ട് CH3 കണ്ടോ, ഇതൊരു സെക്കൻഡറി അമീൻ ആണ്. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. PH ആരാടാ PH? PH എന്ന് പറഞ്ഞ ഒരു ബെൻസീൻ റിംഗ് ആണ്. ഒരു ബെൻസീൻ റിങ്ങിനെ ഷോർട്ട് ആയിട്ട് കാണിക്കുന്ന സാധനമാണ് PH. ഫിനൈൽ എന്നാണ് അതിന്റെ ഫുൾ നെയിം വരുന്നത്. ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ PH എന്ന് പറയും. PH NH CH3 കണ്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാടാ? NH ആണോ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇറ്റ് ഈസ് സെക്കൻഡറി അമീൻ. അതിൽ വേറെ ചർച്ചയൊന്നുമില്ല. പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മോനെ? തെർഷ്യറി അമീൻ. തെർഷ്യറി അമീൻ എന്ന് പറയുന്നത് തെർഷ്യറി അമീൻ എന്ന് പറയുന്നത് ആരാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിയാൽ മതി. ഫങ്ഷണൽ ഗ്രൂപ്പ് N ആണെങ്കിൽ കേട്ടോട്ടാ, ഫങ്ഷണൽ ഗ്രൂപ്പ് N, നൈട്രജന്റെ കൂടെയുള്ള 3 ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് ആ 3 വാലൻസിയും ഇങ്ങനെ നിൽക്കുന്നവനെയാണ് നമ്മൾ തെർഷ്യറി അമീൻ എന്ന് പേര് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോതാ, CH3 സിംഗിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. പഠിച്ചില്ലേ മോനെ? ഇതാ ഇതിൽ നോക്കിക്കേ, ഈ കോമ്പൗണ്ട് നോക്കിക്കേ, N എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ വന്നത്. അതിന്റെ ബാക്കി 3 വാലൻസിയിലും ഹൈഡ്രജൻ ഇല്ല, ആൽക്കൈൽ ഗ്രൂപ്പുകൾ മാത്രം. അങ്ങനത്തവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പറ തെർഷ്യറി അമീൻ. പഠിച്ചല്ലോ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻസ് ഭയങ്കര സിമ്പിൾ ആണ്. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, തെർഷ്യറി അമീൻ, വെരി സിമ്പിൾ. അടുത്തത് നോമൻക്ലേച്ചർ ആണ്. എടാ നോമൻക്ലേച്ചർ തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൈമറി അമീൻ ആണെങ്കിൽ എങ്ങനെ പറയണം, സെക്കൻഡറി അമീൻ ആണെങ്കിൽ എങ്ങനെ പറയണം, തെർഷ്യറി അമീൻ ആണെങ്കിൽ എങ്ങനെ പറയണം, എല്ലാം ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ ഒന്ന് ഹൃദയം വിശാലമാക്കിയിട്ട് ഒന്ന് കേട്ടിരിക്കണേ. പ്രൈമറി അമീൻ കേട്ടോട്ടാ, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് NH2. എടാ ഞാൻ ഇതിന് പേരിടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോളണേ. എടാ ഇതിൽ എത്ര കാർബൺ ഉണ്ട്? കാർബൺ 2 അല്ലേ ഉള്ളത്? 1 2 കാർബൺ അല്ലേ ഉള്ളത്? അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് സ്റ്റാർട്ട്സ് വിത്ത് എത്ത്. 2 വന്നാൽ വേർഡ് റൂട്ട് എത്താണല്ലോ. ഇനി അതിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നോക്കണം. സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ ഞാൻ AN എന്ന് ചേർക്കണം. സപ്പോസ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ EN എന്നാ ചേർക്കുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YN എന്നാണ് ചേർക്കുക. അതൊക്കെ ഇനി നിങ്ങൾ ലോജിക്ക് പ്രകാരം അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. NH2 എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ NH2 ഗ്രൂപ്പ് വന്നാൽ അമീൻ എന്ന് ലാസ്റ്റിൽ സഫിക്സ് ചേർക്കണം. എത്തൻ അമീൻ എന്നാണ് ഇവന്റെ പേര്. പഠിച്ചോ? ഇവന്റെ പേരെന്താ പറ? എത്തൻ അമീൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെയും കൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ചോട്ടെ. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ കണ്ടു NH2, അവിടെ കണ്ടു NH2. പേരിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിനൊന്ന് പേരിട്ട് നോക്കിക്കേ. പേരിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ടിന്യൂ ചെയ്യുമോനെ. NH2 എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ വന്നതുകൊണ്ട് മനസ്സിലായി നമ്മൾക്ക് ഇതൊരു പ്രൈമറി അമീനാണ്. പ്രൈമറി അമീനാണ്. ലോങ്സ്റ്റ് കാർബൺ ചെയിനിന്റെ നമ്പർ ചെയ്തപ്പോ 4 വന്നതുകൊണ്ട് ഞാൻ ബ്യൂട്ട് എന്ന് പേര് വിളിച്ചു. സിംഗിൾ ബോണ്ടുകളാണ് എല്ലാം. AN NH2 ഉണ്ട്, സഫിക്സ് ആയിട്ട് അമീൻ എന്ന് ചേർക്കണം. ശരിയല്ലേ? ബ്യൂട്ടൻ അമീൻ എന്ന് ചേർക്കണം. എടാ ബ്യൂട്ടൻ അമീൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ആ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ എത്രാമത്തെ കാർബൺ ആണ് എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്താലേ ഈ നോമൻക്ലേച്ചർ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോ 2ാമത്തെ കാർബണിലല്ലടാ NH2 വന്നത്. അതുകൊണ്ട് ഇവന്റെ പേര് 2 ബ്യൂട്ടൻ അമീൻ എന്ന് തന്നെ പറയണം. ബ്യൂട്ടൻ അമീൻ എന്ന് വെറുതെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. 1 ബ്യൂട്ടൻ അമീനും 2 ബ്യൂട്ടൻ അമീനും ഒക്കെ ഉള്ളത് കൊണ്ട് ഏത് ബ്യൂട്ടൻ അമീൻ ആണ് എന്ന് വ്യക്തമായിട്ട് പറയൽ നിർബന്ധമാണ്. അല്ല സാറേ എന്തെന്നിട്ട് അങ്ങനെ ഒരു വർത്താനങ്ങൾ ഇവിടെ പറയാതിരുന്നത്? അവിടെ പറയേണ്ട കാര്യമില്ല. കാര്യം അവിടെ എത്താണ്. ആകെ 2 കാർബണേ ഉള്ളൂ. ആകെ 2 കാർബണിൽ ഇവിടെ NH2 വന്നാലും 1ാമത്തെ പൊസിഷനാണ്, അപ്പുറത്ത് NH2 വന്നാലും 1ാമത്തെ പൊസിഷൻ തന്നെയാണല്ലോ. ആകെ 2 കാർബൺ ഉണ്ടെങ്കിൽ അതിൽ ആകെ ഒരു പൊസിഷൻ അല്ലേ ഉള്ളൂ. ലെഫ്റ്റിൽ നിന്ന് എണ്ണിയാൽ ആദ്യത്തെ കാർബൺ, റൈറ്റിൽ നിന്ന് എണ്ണിയാലും ആദ്യത്തെ കാർബൺ. ആദ്യത്തെ കാർബണുകൾ മാത്രമേ എത്തിലുള്ളൂ. അതുകൊണ്ട് എത്തനമീൻ എന്നാണ് പറഞ്ഞാൽ മതി. ഇവിടെ പക്ഷെ പ്രൊപ്പ് മുതൽ അങ്ങോട്ട് ഓർത്ത് വെച്ചോളണേ. പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഓക്ടി, നണ്ണ്, ഡക്ക് ഒക്കെ ഉണ്ടല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് NH2 ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തത് എന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയൽ നിർബന്ധമാണ്. ഇനി നമുക്ക് സെക്കൻഡറി അമീനിന്റെ നോമൻക്ലേച്ചറിലേക്ക് പോകാം. എടാ സെക്കൻഡറി അമീൻ വീഡിയോ പോസ് ചെയ്ത് എഴുതിയിട്ട് മുന്നോട്ട് പോകണേ പൊന്നുമക്കളെ. സെക്കൻഡറി അമീൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ കണ്ടോട്ടോ മോനെ, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് NH സിംഗിൾ ബോണ്ട് CH3. എല്ലാരും ഒന്ന് എഴുതിക്കേ. എല്ലാരും ഒന്ന് എഴുതിയെടുത്തേ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് NH സിംഗിൾ ബോണ്ട് CH3. കണ്ടോ മോനെ? എടാ ഈ NHന്റെ ലെഫ്റ്റില് എത്ര കാർബൺ ഉണ്ട്, റൈറ്റിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ അല്ലേ ഉള്ളത്, റൈറ്റ് സൈഡിൽ 1 കാർബണേ ഉള്ളൂ. എവിടെയാണോ മോർ നമ്പർ ഓഫ് കാർബൺ അതിനെ പാരന്റ് ആയിട്ട് മനസ്സിൽ വിചാരിക്കണം. അതാണ് മെയിൻ കാർബൺ ചെയിൻ. എവിടെയാണോ ലെസർ നമ്പർ ഓഫ് കാർബൺ അതിനെ ബ്രാഞ്ച് ആയിട്ട് വിചാരിച്ചോളണം.
അപ്പൊ ഈ CH3 എന്നിടത്ത് ഒരു കാർബൺ അല്ലേ ഉള്ളൂ, അത് ബ്രാഞ്ചും CH3CH2 എന്നിടത്ത് 2 കാർബൺ ഇല്ലേ, അതിനെ മെയിൻ പാരന്റൽ ചെയിനുമായിട്ട് കൺസിഡർ ചെയ്യണം. എടാ ബ്രാഞ്ചിനെ അല്ലേടാ നമ്മളൊരു പേര് പറയുമ്പോൾ ആദ്യം പറയാ, ആ ബ്രാഞ്ചിനെ ആദ്യം പറയണേ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ, ആദ്യം തന്നെ ബ്രാഞ്ചിനെ പറയണം. ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളൂ, അപ്പൊ ഞാൻ ഇതിനെ മീഥൈൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, പെന്റൈൽ, ആൽക്കൈൽ എന്ന ടേമിലാണല്ലോ നമ്മൾ എന്ത് പറയുക, ബ്രാഞ്ചിന്റെ പേര് പറയുക. മീഥൈൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇനി പറ, പാരന്റിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. 2 കാർബൺ ആണെങ്കിൽ എത്ത് നേരത്തെ പറഞ്ഞു. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ AN, NH2 എന്നാവട്ടെ, NH ആവട്ടെ, N ആവട്ടെ. നൈട്രജൻ വന്നാൽ അതിൽ NHO, NH3ഓ, NH2ഓ, NO എന്തെങ്കിലും ആയാൽ അമീൻ എന്ന് ചേർത്തോളണം, എത്തനമീൻ. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാകും, സാറേ ഈ മീഥൈൽ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ പറയണ്ടേ? മീഥൈൽ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ആണല്ലോ, സാധാരണ നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ പറയാറുണ്ടല്ലോ, അപ്പൊ ഇവിടെയും പറയണ്ടേ? പറയണം. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ CH3 എന്ന മീഥൈൽ ഗ്രൂപ്പ് വന്നതിന്റെ പൊസിഷൻ എവിടെയാ വന്നത്? നൈട്രജനിലാണ് ആ മീഥൈൽ എന്ന ബ്രാഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ പേര് N-മീഥൈൽ എത്തനമീൻ എന്നാണ് ഇവന്റെ പേര്. എന്താണ് പേര്? N-മീഥൈൽ എത്തനമീൻ എന്നാണ് ഇവന്റെ പേര്. ഇനി കേട്ടോട്ടോ മോനെ, അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിന്റെ പേര് വൃത്തിക്ക് എഴുതി എടുത്തിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് NH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. വീഡിയോ പോസ് ചെയ്യുക, കോമ്പൗണ്ട് എഴുതിയെടുക്കുക, ഒറ്റക്കൊന്ന് പേരിടാൻ ശ്രമിക്കുക. തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം ഒന്ന് തിരുത്തുക. കേട്ടോട്ടോ മോനെ, എല്ലാവരും പറ, എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ഉത്തരം പറ. നൈട്രജന്റെ ലെഫ്റ്റിൽ 3 കാർബൺ ഉണ്ട്, റൈറ്റിൽ 2 കാർബൺ ഉണ്ട്. 2 കാർബണിനെ ബ്രാഞ്ച് ആയിട്ട് പറഞ്ഞു, അവന്റെ പേരാണ് ഈഥൈൽ. ആ ഈഥൈൽ ബ്രാഞ്ച് വരുന്നത് നൈട്രജന്റെ മുകളിലാണ്. അപ്പൊ ഞാൻ എഴുതി N-ഈഥൈൽ. പഠിച്ചില്ലേ? N-ഈഥൈൽ എന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലടാ? N-ഈഥൈൽ എന്ന് പറഞ്ഞു. ഇനി പറ, ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ AN, പ്രൊപ്പൻ, ശരിയല്ലേ? അമീൻ എന്നാണ് ഇനി ചേർക്കേണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മോനെ, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, അവിടെ നിന്ന് അങ്ങോട്ട് ആ നൈട്രജൻ വരുന്നത് എത്രാമത്തെ കാർബണിലാണ് എന്നുകൂടി പറയൽ നിർബന്ധമാണ്. ഇവിടെ നോക്കിക്കേ, ഈ NH എന്നത് വരുന്നത് ഈ CH3, ഈ CH2, CH3 എന്നതിലെ എത്രാമത്തെ കാർബണിലാണെന്ന് നോക്കിയേടാ? 1ാമത്തെ കാർബണിലല്ലേ വന്നത്? എവിടെന്നാ നമ്പർ ചെയ്യേണ്ടത് എന്നുള്ള ബാലപാഠമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അത് 3 പോകും. 3 വന്നു, 1 വന്നു, ഏതാണ് ചെറിയ നമ്പർ അതല്ലേ പ്രിഫർ ചെയ്യുക. അപ്പൊ നമ്മൾ നമ്പർ ചെയ്യുന്നത് NH എവിടെയാണോ അറ്റാച്ച് ചെയ്തത് ആ ഭാഗത്ത് നിന്ന് എണ്ണി തുടങ്ങണം. 1, 2, 3. അപ്പൊ പ്രൊപ്പൻ എന്ന് പറഞ്ഞതിൽ എത്രാമത്തെ കാർബണിലാണ് അമീൻ എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. N-ഈഥൈൽ പ്രൊപ്പൻ 1 അമീൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ പേരായി. സിമ്പിൾ അല്ലേ? അപ്പൊ സെക്കൻഡറി അമീൻസിന്റെ പേര് ഭയങ്കര സിമ്പിൾ ആണ്. ടേർഷ്യറി അമീൻസിന്റെ പേരിലേക്കാണ് ഞാൻ ഇനി കിടക്കുന്നത്. ടേർഷ്യറി അമീൻസ് ശ്രദ്ധിച്ചെഴുതിക്കോ. ടേർഷ്യറി അമീൻസ് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. എടാ ടേർഷ്യറി അമീനിന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചോളണേ. CH3, CH2, N, ഇവിടെ CH3, ഇവിടെ CH2, CH3. എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പൊ ഒരു N എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ബാക്കി 3 വാലൻസിയും ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അപ്പോഴാണല്ലോ നമ്മൾ അതിനെ ടേർഷ്യറി അമീൻ എന്ന് പേര് വിളിക്കുക. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് മനസ്സിൽ വിചാരിക്കുക. ഏത് ഭാഗത്തെ ആൽക്കൈൽ ഗ്രൂപ്പിലാണ് മോർ നമ്പർ ഓഫ് കാർബൺ ഉള്ളത് എന്നൊന്ന് എണ്ണി കണ്ടുപിടിക്കണം. എങ്ങനെ നോക്കിയാലും 2 കാർബണുകളാണല്ലോ മോർ നമ്പർ ഓഫ് കാർബൺ. അപ്പൊ ഇതാണ് പാരന്റ്. ഇയാളും ആവാം, ഏതെങ്കിലും ഒരു ഈഥൈൽ ഗ്രൂപ്പിനെ പാരന്റ് ആയിട്ട് വിചാരിക്കുക. ഇയാളെ ബ്രാഞ്ച് ഒരു പാരന്റ് ഉണ്ടാകാവൂ. ഈക്വൽ നമ്പർ വന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ പാരന്റ് ആയിട്ട് വിചാരിക്കുക, മറ്റേതൊക്കെ ബ്രാഞ്ച് ആയിട്ടും വിചാരിക്കുക. അപ്പൊ പറയടാ, ഈ ബ്രാഞ്ചിന്റെ പേരെന്താ? ഇവന്റെ പേര് മീഥൈൽ എന്നാണ്, ഇവന്റെ പേരോ ഈഥൈൽ എന്നാണ്. എടാ മീഥൈലും വന്നു, ഈഥൈലും വന്നു. ആൽഫബറ്റിക്കലി ആർക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ? ഈഥൈലിനാണല്ലോ ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ട് ഈഥൈലിനെ ആദ്യം പറയണം. അപ്പൊ ഞാൻ പറയണേ, ഈഥൈൽ എന്ന് ഞാൻ ആദ്യം പറയണേ. എവിടെയാണ് ഈഥൈൽ വന്നത്? നൈട്രജനിലാണ്, ശരിയല്ലേ? അപ്പൊ ഞാൻ പറയുന്ന പേര് ശ്രദ്ധിച്ചോ, N-ഈഥൈൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി മീഥൈലിലേക്ക് കിടക്കാം. N-മീഥൈൽ പഠിച്ചോ? N-ഈഥൈലും പിന്നെ N-മീഥൈലും എന്ന് പറഞ്ഞാൽ നൈട്രജനിൽ ഒരു ഈഥൈലുണ്ട്, നൈട്രജനിൽ ഒരു മീഥൈലുണ്ട്. പരിപാടി കഴിഞ്ഞു. ബാക്കി പാരന്റിന്റെ പേരിലേക്ക് കിടക്കുകയാണ്. പാരന്റിൽ 2 കാർബൺ, എത്ത്, സിംഗിൾ ബോണ്ട് AN, നൈട്രജൻ വന്നു, അമീൻ. എത്ര സിമ്പിളാന്ന് നോക്കിക്കേ. N-ഈഥൈൽ, N-മീഥൈൽ, എത്തനമീൻ. അപ്പോ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുള്ള മറ്റൊരു കോമ്പൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്.
എന്തിനാണ് ഇതിലൊക്കെ കൺഫ്യൂഷൻ എന്ന് ആലോചിച്ച് ഞാൻ കുറെ നേരം ഇരുന്നിട്ടുണ്ട്. CH3 ഒരു നൈട്രജനും അതിന്റെ 3 വാലൻസിയും മീഥൈൽ ഗ്രൂപ്പ്. അപ്പം ശ്രദ്ധിച്ചേടാ, ഏതാണ് പാരന്റ് ഏതാണ് ബ്രാഞ്ച് എന്നൊക്കെ നിന്റെ ഇഷ്ടമാണ്. കാര്യം എല്ലായിടത്തും ഓരോ കാർബൺ അല്ലേ ഉള്ളൂ. എനിക്കിഷ്ടം ഇങ്ങനെയാണ്, നമ്മൾ കൺവെൻഷനലി ചെയ്തു പോരുന്നത് പോലെ. ഇയാളെ ഞാൻ മെയിൻ പാരന്റൽ ചെയിൻ ആയിട്ട് എടുത്തു, ഇവൻ ബ്രാഞ്ച്. അപ്പൊ 2 ബ്രാഞ്ച് ഉണ്ട്, 2 ബ്രാഞ്ചും സെയിം ആണ്. 2 ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ എന്നല്ലേ. അപ്പൊ 2 മീഥൈൽ നിന്ന് നമ്മൾ എങ്ങനെയാടാ പറയാ? ഡൈമീഥൈൽ എന്നാ പറയാ, ശരിയല്ലേ? അപ്പൊ ഞാനിവിടെ ബ്രാഞ്ചിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് ഡൈമീഥൈൽ എന്നാണ്. എവിടെയാണ് ഡൈമീഥൈൽ എന്ന്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും ശ്രദ്ധിച്ചോളണം. N, N. N എന്ന് എടുത്തു പറയണം. ഡൈമീഥൈൽ, N ഡൈമീഥൈൽ എന്ന് പറയണം. അല്ല സാറേ, 2 മീഥൈലും കിടക്കുന്നത് ഒരേ നൈട്രജനിലല്ലേ? അതെ. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞാ പോരാ. എന്താ സാറേ അങ്ങനെ ഒരു കുറുമ്പ്? എനിക്കറിയില്ല, IUPACയുടെ റൂളാണ്. എടാ, ഡൈമീഥൈൽ എന്ന് നീ കണ്ടാൽ 2 മീഥൈൽ ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ. ആ 2 മീഥൈലിന്റെയും പൊസിഷൻ പറയൽ നിർബന്ധം. 2 മീഥൈലും കിടക്കുന്നത് നൈട്രജനിലാണെങ്കിൽ N എന്ന് പറയണം. അത് സാധാരണ ഓർഗാനിക് കോമ്പൗണ്ടിൽ നമ്മൾ പറയാറുണ്ട് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയാറുണ്ട്. 2 എന്ന് 2 വട്ടം പറയാറുണ്ട്. അങ്ങനെ തന്നെ ഇവിടെയും പറയണം, 2 വട്ടം N പറയണം. പിന്നെ പറ, മെയിൻ കാർബൺ ചെയിനിൽ 1 കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ മെത്ത് സിംഗിൾ ബോണ്ടേ ഉള്ളൂ, മെത്തൻ, ശരിയല്ലേ? അമീൻ എന്നങ്ങോട്ട് ചേർത്താൽ നോമൻക്ലേച്ചർ കുദാ ഹവ. പഠിച്ചില്ലടാ? അപ്പൊ IUPAC നോമൻക്ലേച്ചർ ഓഫ് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ 3ഉം ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾ ഇവനും കൂടി പഠിച്ചു വെച്ചോ. ടെർഷ്യറി അമീൻ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനത്തിൽ നിങ്ങൾ ഇവനും കൂടി ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചോ. എന്തായാലും ഇവിടെ വരെ പറഞ്ഞില്ലേ, എന്നാൽ ഇവനും കൂടി കണ്ടിട്ട് പോകാം. ഇത് പ്രൈമറി അമീൻ ആണ്, പക്ഷെ ഇത് അരോമാറ്റിക് അമീനാണ്. അരോമാറ്റിക് അമീൻ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വെച്ചോ. ഇവന്റെ പേരാണ് അനിലിൻ. പറഞ്ഞേടാ, അനിലിൻ. ഇവന്റെ പേരാണ് അനിലിൻ. പറഞ്ഞേടാ അറിയുമ്പോ നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടോ ഇല്ലെന്നൊന്നും ഇപ്പൊ എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പറയണം. അതാണ് വിധേയത്വം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറും. അതെന്റെ എന്തോ സംഭവം, അങ്ങനെയല്ല ഞാൻ പറയണേ. ആ ഒരു പഠനത്തോടുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടം, നിങ്ങളുടെ ഒരു വിധേയത്വം നിങ്ങളുടെ പഠനത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. നിങ്ങളൊപ്പം എൻ്റെ മുമ്പിലുണ്ട് എന്ന് ഞാൻ വെറുതെ വിചാരിക്കണില്ലേ? പിന്നെയാണോ നിങ്ങൾക്ക് ഇത്ര പ്രയാസം? എന്നിട്ട് അങ്ങോട്ട് പഠിക്കുക, സംഭവം സൂപ്പറാകും, കളറായിരിക്കും. അടുത്ത നോക്കിക്കോ, പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് എഴുതിക്കേടാ. മെയിൻ ഹെഡിങ്. ഈ ചാപ്റ്ററിൽ ഇനി ആകെ 2 ഹെഡിങ്ങേ ഉള്ളൂ. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് അമീനും, മറ്റൊന്ന് അടുത്ത ക്ലാസ്സിൽ വരുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീനും. ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കണമല്ലോ. ഇവിടുന്ന് എന്തായാലും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എഴുതി വെച്ചോ, പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു സ്റ്റൈല് നിങ്ങൾക്കറിയാം. വരാനിരിക്കുന്ന ഹെഡിങ്ങുകളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനൊന്ന് ഉറക്കെ വായിച്ചു തരാം, പൊന്നുമക്കൾ ഒന്ന് നോട്ടിൽ എഴുതണേ. 1, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. വായിച്ചടാ, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. 2, അമോണോളിസിസ് ഓഫ് RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കാറ്. നിങ്ങളും വിളിക്ക്, അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. 3, റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. ആരാടാ? റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. ഇതെല്ലാണ് ടീ ആക്കല്ലേ, നൈട്രൈറ്റ് അല്ല, നൈട്രൈൽ. റിഡക്ഷൻ ഓഫ് 4, റിഡക്ഷൻ ഓഫ് അമൈഡ്. ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ ഒന്ന് ലിസ്റ്റ് ചെയ്യ്. 5, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഞെട്ടണ്ടോ, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഭംഗിയായിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരും. ഒന്ന് വെയിറ്റ് ചെയ്യ്. 6, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. പറഞ്ഞേടാ, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഡീലല്ലേ മോനെ? ഇത് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വളരെ ചെറിയ സാധനങ്ങളാണ്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് സമയം എനിക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാലും കുറഞ്ഞ സമയം കൊണ്ട് ഇത് തീർക്കാം. ഒന്ന് എഴുതിക്കോ, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ആരാണ് മോനെ നൈട്രോ കോമ്പൗണ്ട്? നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ NO2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവനാണ്. അതിന് റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്നാണ്. റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് NH2 ആയിട്ട് മാറും. ഞാൻ ഈ എഴുതി വെച്ചതാണ് ഈ റിയാക്ഷന്റെ ഹൃദയം. എഴുതി വെച്ച മോനെ, NO2 എന്ന് പറയുന്നത്
NH2 ആയിട്ട് മാറും. എപ്പോ? അതിനെന്ത് നടത്തിയാൽ പറ? റിഡക്ഷൻ നടത്തിയാൽ അത് NH2 ആയിട്ട് മാറും. അല്ല സാറേ, റിഡക്ഷൻ നടത്താൻ ആർക്കൊക്കെ പറ്റും? അതാണ് ഇനി അടുത്തത് പറഞ്ഞു തരുന്നത്. റെഡ്യൂസിങ് ഏജൻസ്. എഴുതിക്കോ, റെഡ്യൂസിങ് ഏജൻസ്. NO2 എന്ന ഗ്രൂപ്പിനെ NH2 എന്ന ഗ്രൂപ്പ് ആക്കി മാറ്റാൻ കഴിവുള്ള റെഡ്യൂസിങ് ഏജൻസ് എഴുതി വെച്ചോ മോനെ, 4 എണ്ണം ഉണ്ട്. ഒന്ന്, ടിൻ ബാർ HCl. എഴുതിക്കോ മോനെ, ടിൻ ബാർ HCl. നോട്ടിലും ഹൃദയത്തിലും എല്ലാം ഒരുമിച്ച് എഴുത്. ടിൻ ബാർ HCl. 2, Fe ബാർ HCl. Fe. അയേൺ ബാർ HCl. ഡിലല്ലേ മോനെ? 3, എഴുതിക്കേടാ, സിങ്ക് ബാർ HCl. എഴുതിക്കേടാ, സിങ്ക് ബാർ HCl. 4മതൊരു കുരുവി കൂടിയുണ്ട്. ആരാണെന്നറിയാമോ? നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം. പഠിക്കണേ മോനെ, നിക്കൽ പലേഡിയം പ്ലാറ്റിനം. നിക്കൽ പലേഡിയം പ്ലാറ്റിനം. അതുപോലെ ടിൻ ബാർ HCl, Fe ബാർ HCl, സിങ്ക് ബാർ HCl. ഇതിലാർക്ക് വേണമെങ്കിലും NO2 ഗ്രൂപ്പിനെ എന്താക്കി മാറ്റാം പറ? NH2 ഗ്രൂപ്പ് ആക്കി മാറ്റാം. റിയാക്ഷൻ ഭയങ്കര സിമ്പിൾ ആടാ. ഒരു റിയാക്ടന്റ് തന്നിട്ടുണ്ടാകും. ആരോ മാർക്കിന് മുകളിൽ ഈ കാണുന്ന കിടുതാപ്പുകളിൽ എന്ത് കണ്ടാലും NO2 എന്ന് പറയുന്ന സാധനത്തെ നേരെ കണ്ട NH2 ആക്കി മാറ്റിയാൽ മതി. വേറെ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഇതാ കേട്ടോട്ടാ. എടാ, ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. നിക്കൽ പലേഡിയം പ്ലാറ്റിനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റിയാക്ഷനെ നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്നാണ് പേര് വിളിക്കുക. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇനി കിടക്കുന്നില്ല. അറിവല്ലല്ലോ, മാർക്കാണല്ലോ നമുക്ക് വേണ്ടത്. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ഒന്ന് എഴുതിയെടുത്തോളണേ. ഇപ്പൊ നമുക്ക് മാർക്ക് ഉണ്ടാക്കാം. എന്നിട്ട് +2 നല്ല മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് അറിവുണ്ടാക്കാം. അതിനു വേണ്ട വിവരങ്ങളൊന്ന്, ആവശ്യമുള്ള സാധനങ്ങളൊന്ന് പെറുക്കിയെടുത്തേ. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. ഇനിമേൽ ഞാൻ എവിടെയെല്ലാം കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്ന് നിന്നോട് പറയുന്നുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുന്ന റിയേജന്റ് നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം ആണെന്ന് ഞാനും നീയും തമ്മിൽ ഒരു ധാരണയാവുകയാണ്. വരുന്നുണ്ട് ഇനി അടുത്ത റിഡക്ഷൻസ്. അവിടെ എല്ലാം ഞാൻ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്നങ്ങനെ പറഞ്ഞു വിടും. അപ്പോഴെല്ലാം ഓർത്തോളണം, അവിടെ ഉപയോഗിക്കുന്നത് എയ്തർ നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം ആണ്. എക്സാമ്പിൾ നോക്കിയേ പൊന്നുമോനെ. എക്സാമ്പിൾ ദാ, ബെൻസീൻ റിംഗിൽ NO2 ഉണ്ട്. നൈട്രോ ബെൻസീൻ എന്നാണ് ഞങ്ങൾ അതിനെ പേര് വിളിക്കാറ്. ശരിയല്ലേ? നൈട്രോ ബെൻസീൻ. നൈട്രോ ബെൻസീനിൽ കാണുന്നു ടിന്ന് കണ്ടു, HCl കണ്ടു. ആഹാ, ടിന്ന് കണ്ടു, HCl കണ്ടു. ടിൻ ബാർ HCl. എന്ത് സംഭവിക്കും പൊന്നുമോനെ? ഞാൻ നിന്നോട് പറഞ്ഞു, NO2 എന്ന ഗ്രൂപ്പ് NH2 എന്നങ്ങടുമായി മാറും. വേറെ ഒരു ചേഞ്ചും ഇല്ല. എത്ര സിമ്പിൾ റിയാക്ഷൻ ആണ് നോക്കിക്കേ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് NO2. ആരോ മാർക്കിന് മുകളിൽ കണ്ടല്ലോ നിക്കലിനെ. നിക്കൽ ആരാ? വന്നല്ലോ നിക്കൽ. ദാ ഈ നിക്കൽ. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ആണ് നടക്കുന്നത്. NO2 എന്ന ഗ്രൂപ്പ് എന്തായി മാറും പറ? NH2 ആയിട്ട് മാറും. CH3 CH2 എന്ന ഈ 2 കിടുതാപ്പുകൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഓരോ ഒലക്കെ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ എഴുതുക. NO2 എന്ന ഗ്രൂപ്പ് മാത്രം NH2 ആയിട്ട് മാറും. ഇതൊക്കെയാണോ ഒരു റിയാക്ഷൻ? ക്വസ്റ്റ്യൻ വന്നാൽ നിന്റെ ഭാഗ്യമല്ലേടാ. NO2 എന്നൊരു ഗ്രൂപ്പ് കണ്ടാൽ NH2 ആക്കി മാറ്റോളണം. കണ്ടീഷൻ ഉണ്ട്. ഈ കാണുന്ന ആൾക്കാര് ആരോ മാർക്കിന് മുകളിൽ ഉണ്ടായിരിക്കണം. റെഡ്യൂസിങ് ഏജൻസ്. അടുത്തത് പഠിച്ചോ. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. പൊന്നുമോനെ, നിങ്ങൾക്കറിയാവുന്ന ഒരുത്തനാണല്ലോ അമോണിയ. അമോണിയയുമായിട്ടുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് അമോണോളിസിസ്. പഠിച്ചോ? അമോണിയ ഉപയോഗിച്ചുള്ള റിയാക്ഷൻ ആണടാ അമോണോളിസിസ്. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. വെരി സിമ്പിൾ. ഈ അമോണിയ ഉണ്ടല്ലോ, ആരുമായിട്ട് റിയാക്ട് ചെയ്യും? RXുമായിട്ട് റിയാക്ട് ചെയ്യും. കാണുമ്പോൾ തന്നെ നമുക്ക് ആരുടെയൊക്കെയോ ഒളിച്ചോട്ടങ്ങൾ ഇവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് സംസാരിച്ചേ. ഇവിടെ നിന്ന് ആര് പോകും എന്നൊന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് ഒരു H പോകും. ശരിയാ? NH3യിൽ നിന്നൊരു H പോകും. Hന്റെ കൂടെ ഇവിടെ നിന്ന് ആര് പോകുന്നുണ്ടാകും? Xും പോകും. ഒരു HXന്റെ ഒളിച്ചോട്ടമാണ് അമോണോളിസിസ്. ഓർത്ത് വെച്ചോളണേ. HXന്റെ ഒളിച്ചോട്ടമാണ് ആര് പറ? അമോണോളിസിസ്. ഇവിടെ ആരുണ്ട് ബാക്കി? ഒരു R ഗ്രൂപ്പ് ബാക്കിയുണ്ട്. ആ R ഗ്രൂപ്പിലേക്ക് NH3യിൽ നിന്നൊരു H പോയാൽ ബാക്കി എന്തുണ്ടടാ? NH2 ഉണ്ട്. ഇതാ കിട്ടി. ആരാ കിട്ടിയത്? പ്രൈമറി അമീൻ. കിട്ടിയോ? പ്രൈമറി അമീൻ കിട്ടി. എന്നാ ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയാൻ പോവാണ്. റിയാക്ഷൻ ഇവിടെയൊന്നും നിൽക്കൂല. റിയാക്ഷൻ പ്രൈമറി അമീനിലേക്ക് വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് വരും. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന സാധനം അളവിൽ കൂടുതലുണ്ട്, ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ആൽക്കൈൽ ഹാലൈഡ് വീണ്ടും വരും.
കാര്യം എന്താ, ഒരു HX ഇവിടുന്ന് ഒളിച്ചോടിയിട്ടുണ്ട് എന്ന വാർത്ത കേട്ട് അടുത്ത HXന് ഇനിയും ഒളിച്ചോടാൻ മുട്ടും. ഇതാ നോക്കിയേ, ഇവിടെ ഇനിയുണ്ടല്ലോ H, ഇവിടെ ഇനിയുണ്ടല്ലോ X, ഇവിടുന്ന് ഒരു H ഉം ഇവിടുന്ന് ഒരു X ഉം, വീണ്ടും HX ഇങ്ങനെ ഒളിച്ചോടും. ബാക്കി എന്തുണ്ട് നോക്കിയേ, ഇവിടെ ഒരു R ഉണ്ട്, NH2 ഒരു H പോയി, NH ആയി, ഇവിടുന്ന് ഒരു X പോയി, ബാക്കി ഒരു R കൂടി ഉണ്ട്. എന്ത് കിട്ടി പറ? സെക്കൻഡറി അമീൻ കിട്ടി. കിട്ടിയോ? അപ്പൊ അമോണോളിസിസ് നടത്തിയാൽ പ്രൈമറി അമീൻ മാത്രമൊന്നുമല്ല, എന്തും കിട്ടും പറ? സെക്കൻഡറി അമീനും കിട്ടും. ആ സത്യം ഞാൻ ഇനിയും നിങ്ങളോട് തുറന്നു പറയാണ്. ഇവിടെയും റിയാക്ഷൻ നിൽക്കുന്നില്ല, ഇനിയുമുണ്ട് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡ് വരുന്നു. അപ്പൊ ആ വീട്ടിൽ ചെന്നാൽ അവിടുന്ന് ഒരു Hനെ കിട്ടും എന്ന് കേട്ടിട്ട് രണ്ടാമത്തെ ആൽക്കൈൽ ഹാലൈഡ് വന്നപ്പോ ശരിയാ, അയാൾക്കും കിട്ടിയ ഒരു Hനെ, HX പോയി. അപ്പൊ ഇങ്ങനെ ചോദിക്കുക, അവിടെ ഇനിയുണ്ടോ H? നോക്കിയപ്പോ ഉണ്ട്, ഒരു H കൂടി ഉണ്ട്. ആ Hനെയും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി അടുത്ത ആൽക്കൈൽ ഹാലൈഡ് കൂടി വരികയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അവിടെ നിന്ന് ആര് പോകും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ നിന്ന് H പോകും, ഇവിടെ നിന്ന് X പോകും, ബാക്കി എന്തുണ്ടാകും? RNR എന്നല്ലടാ ഇതിന്റെ സ്കെലിറ്റൺ ഉണ്ടാവുക. ആ നൈട്രജനിൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ ബാക്കി അവിടെ ഒരു വാലൻസി ഉണ്ടാകും. ഇവിടെ നിന്ന് X പോയാൽ ബാക്കി ആ R ഗ്രൂപ്പ് ഇവിടെ കയറി മേയും. അപ്പൊ കിട്ടിയ സാധനത്തിനെ RNRR, ഇതിനെ ഞങ്ങൾ എന്താടാ പേര് വിളിച്ചത്? ടെർഷ്യറി അമീൻ എന്നല്ലേ പേര് വിളിച്ചത്. ഇനി നിങ്ങൾ വിചാരിക്കും, ഇവിടെ സാറേ ഇനി ഹൈഡ്രജൻ ഇല്ലല്ലോ, അപ്പൊ ഈ പണ്ടാരം റിയാക്ഷൻ ഇവിടെ തീർന്നല്ലോ. തീരൂല മോനെ, ഇനിയുണ്ട് റിയാക്ഷൻ. ഒരു ആൽക്കൈൽ ഹാലൈഡ് കൂടെ വരും, ഒരു ആൽക്കൈൽ ഹാലൈഡ് കൂടെ വരും. എന്നിട്ട് കിട്ടുന്ന ആളെ ഞാനൊന്ന് എഴുതി വെക്കുന്നുണ്ട്, ഒന്ന് കണ്ട് പരിചയപ്പെട്ട് സലാം പറഞ്ഞേക്ക്. ഇവന്റെ പേരാണ് R4NCl. ഒന്ന് ഓർത്ത് വെച്ചോട്ടാ, R4NCl വേണ്ട. Cl എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് ക്ലോറിൻ എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് ഇക്വലന്റ് ആണല്ലോ. R4NX, ഇവിടെ വരുന്നത് X ആണല്ലോ. അത് Cl ആണെങ്കിൽ Cl, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ, അത്രേ ഉള്ളൂ. X എന്ന് ഞാൻ ജനറലി എഴുതുകയാണ് മക്കളെ. ഇത് ടെർഷ്യറി അമീൻ ആണെങ്കിൽ ഇവനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന പേര് കൂടി നീ ഒന്ന് ഓർത്ത് വെച്ചോളണേ. ക്വാട്ടേണറി അമോണിയം സോൾട്ട്. എന്താ പേര്? ക്വാട്ടേണറി അമോണിയം സോൾട്ട് എന്നാണ് ഇവന്റെ പേര്, ഓർത്ത് വെച്ചേക്ക്. ആൻഡ് അമോണോളിസിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താന്ന് ചോദിച്ചാൽ പറയണം, ആദ്യം പ്രൈമറി അമീൻ ഉണ്ടായി, റിയാക്ഷൻ അവിടെ നിൽക്കുവോ? സെക്കൻഡറി അമീൻ ആകും. അവിടെ നിൽക്കുവോ? ടെർഷ്യറി അമീൻ ആകും. അവിടെ നിന്നോ? ക്വാട്ടേണറി അമോണിയം സോൾട്ട് വരെയാകും. ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് അമോണോളിസിസ് ഈസ് പറ ക്വാട്ടേണറി അമോണിയം സോൾട്ട്. ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്വീകരിക്കടാ, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാഗ്യമാണ്. ചെറിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നീ അങ്ങോട്ട് പഠിച്ചാൽ മതി. മൂന്നാമത്തത് റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. പഠിച്ചോ? റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. എടാ, നൈട്രൈലിന്റെ റിഡക്ഷൻ നടത്തുക എന്ന് പറയണമെങ്കിൽ നൈട്രൈൽ ആരാണെന്ന് അറിയണമല്ലോ. നൈട്രൈൽ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ, സയനൈഡ് ആണ്. സയനൈഡിനെ വിളിക്കുന്ന പേരാണ് നൈട്രൈൽ. ഓർത്ത് വെച്ചോളണേ, സയനൈഡിനെ വിളിക്കുന്ന പേരാണോടാ പറ നൈട്രൈൽ എന്ന് പറഞ്ഞാൽ സയനൈഡ് ആണ്. ഓർത്ത് വെച്ചോളണേ. എടാ, സയനൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, C∞ N എന്നാണ്. സയനൈഡിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചാലേ C∞ N എന്നാണ്. അതിന് റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്നാണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും അറിയോ? ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറും. എന്നിട്ട് ഇവിടെ കണ്ടോട്ടാ, 2 ഹൈഡ്രജൻ ആഡ് ചെയ്യും, അപ്പൊ അത് CH2. നൈട്രജന്റെ കൂടെയും 2 ഹൈഡ്രജൻ ആഡ് ചെയ്യും, അപ്പൊ അതും NH2. പഠിച്ചോ? അപ്പൊ എന്താ കിട്ടിയത്? പ്രൈമറി അമീനാണ് കിട്ടുക. ഓർത്ത് വെച്ചോളണേ, സയനൈഡിനെ അഥവാ നൈട്രൈലിനെ റിഡക്ഷൻ നടത്തിയാൽ എന്ത് കിട്ടും? പഠിക്ക്, പ്രൈമറി അമീൻ. സെക്കൻഡറി അമീന് കിട്ടാൻ ഈ പണി പറ്റൂല. ടെർഷ്യറി അമീൻ കിട്ടാൻ ഇപ്പണി പറ്റൂല. ഇതിലേത് മാത്രമേ ഉണ്ടാവുള്ളൂ പറ? പ്രൈമറി അമീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർത്തു വെച്ചോ. ഇനി ഒരു റിയാക്ഷൻ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ. അതിലെ CN നോക്കുക. ആ CN പിടിച്ചിട്ട് നേരെ CH2NH2 എന്നാക്കി മാറ്റുക. സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. റെഡ്യൂസിങ് ഏജന്റ് ലിസ്റ്റ് ചെയ്തോടാ. റെഡ്യൂസിങ് ഏജന്റ്സ്, റിഡക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ റിഡക്ഷൻ എന്ന് പഠിക്കാനുള്ള എല്ലാത്തിലും നിനക്ക് റെഡ്യൂസിങ് ഏജന്റിന്റെ ലിസ്റ്റ് പഠിക്കാനുണ്ട്. പക്ഷെ അതിലൊരു എളുപ്പങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്നാമനാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ചാമ്പിക്കോ. 1 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. 2 സോഡിയം ബാർ എത്തനോൾ. ശ്രദ്ധിച്ചോളണേ, സോഡിയം ബാർ എത്തനോൾ. രണ്ടാരട പറ? സോഡിയം ബാർ എത്തനോൾ. പഠിച്ചോളണേ, സോഡിയം ബാർ എത്തനോൾ. 3 കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ആരാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ഒന്നിരിക്കൽ നിക്കൽ, അല്ലെങ്കിൽ പലേഡിയം, അല്ലെങ്കിൽ പ്ലാറ്റിനം, വീണ്ടും
എഴുതാതെ വിടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എഴുതിയതാണ് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. പേരുകൾ ഒന്നുകൂടെ പറഞ്ഞ റെഡ്യൂസിങ് ഏജൻസ്: ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബാറെത്തനോൾ. മരിച്ചാലും മറക്കരുതേ, സോഡിയം ബാറെത്തനോൾ. ഇനിയും വരും ഇവൻ, മൂന്നാമത്തവൻ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. റിയാക്ഷൻ വെരി 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 സിമ്പിൾ. ദാ CH3 സിംഗിൾ ബോണ്ട് CNA എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ മാത്രം നോക്കുക. CN എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ മാത്രം നോക്കുക. ആ ഗ്രൂപ്പ് എന്തായി മാറും? CH2NH2 എന്നായി മാറും എന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ ആ CNന്റെ മുമ്പുള്ള CH3യോ അതങ്ങനെ തന്നെ കിടക്കും. CH3 സിംഗിൾ ബോണ്ട്. CN എന്ന ഗ്രൂപ്പ് മാത്രം CH2NH2 എന്നായി മാറും. എത്തനമീൻ കിട്ടും. മനസ്സിലായോ? ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും. CH3 CN റിഡക്ഷൻ നടത്തിയാൽ, റിഡക്ഷൻ നടത്താൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഏതാ? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആയിക്കോട്ടെ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചു, CH3 CH2 NH2 കിട്ടി. ഡീലാണല്ലോ മോനെ. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഈ സാധനം ഞാൻ അങ്ങോട്ട് മായ്ക്കുന്നുണ്ട്, എഴുതാനുള്ള സ്ഥലത്തിന് വേണ്ടി ഞാൻ മായ്ക്കുന്നതാണ്. കണ്ടോ, ബെൻസീൻ റിങ്ങിൽ സയനൈഡ്. ഇതിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ സയാനോ ബെൻസീൻ എന്നാണ് പേര് പറയുക. സയാനോ ബെൻസീനിലേക്ക് ഞാൻ സോഡിയം ബാർ എത്തനോൾ ഉപയോഗിക്കുകയാണ്. സോഡിയം ബാർ എത്തനോൾ. സോഡിയം ബാർ എത്തനോളിന്റെ പണി എന്താ? സയനൈഡിനെ റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് പ്രൈമറി അമീൻ കിട്ടും, CH2NH2 കിട്ടും. ബെൻസീൻ റിങ്ങിന് വല്ല മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ബെൻസീൻ റിങ് അങ്ങനെ നിൽക്കും. പഠിച്ചോ? CN ആണ്. CNനെ റിഡക്ഷൻ നടത്തിയാൽ CH2NH2 എന്ന് കിട്ടും. ദിസ് ഈസ് പ്രൊഡക്റ്റ്. ചില കുട്ടികൾ തെറ്റിക്കും. എങ്ങനെയെന്നറിയോ? CNനെ റിഡക്ഷൻ നടത്തിയിട്ട് ജസ്റ്റ് NH2 എന്ന് മാത്രം എഴുതും. ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ചിലരൊക്കെ അങ്ങനെ വിചാരിച്ചവരുണ്ടാകും. ഏത്? NH2 എന്നങ്ങോട്ട് കൊടുക്കുക. ബെൻസീൻ റിങ്ങിൽ NH2 അല്ല കേട്ടോ. CNനെ റെഡ്യൂസ് ചെയ്താൽ വെറും NH2 അല്ല കിട്ടുക. എന്താ കിട്ടുക? CH2NH2 എന്നാ കിട്ടുക. ഇതിനെ ബെൻസൈൽ അമീൻ എന്ന് ഞങ്ങൾ പേര് വിളിക്കാറുണ്ട്. എഴുതി വെച്ചോ, ബെൻസൈൽ അമീൻ എന്നാണ് പേര്. ബെൻസൈൽ അമീൻ. അനിലിൻ അല്ല. അനിലിൻ ആവണമെങ്കിൽ ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് NH2 വരണം. ബെൻസൈൽ അമീൻ ആണ്. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് അല്ല NH2, ഒരു CH2 കഴിഞ്ഞിട്ടാണ് NH2. അപ്പൊ പറയുന്ന പേരാണ് ബെൻസൈൽ അമീൻ. പഠിച്ചില്ലേ മോനെ? അടുത്തതിലേക്ക് പോകാം. റിഡക്ഷൻ ഓഫ് അമൈഡ്. എടാ, അമൈഡിനെ അറിയാമോ നിങ്ങൾക്ക്? C+O എന്ന് പറയുന്ന ആളാണ് അമൈഡ്. ഹലോ, C+O എന്ന് പറയുന്ന ആളാണടാ ആര്? അമൈഡ്. ഈ അമൈഡിനെ റിഡക്ഷൻ നടത്തിയാലും എനിക്ക് എന്ത് കിട്ടും എന്നറിയോ? CH2NH2 കിട്ടും. നേരത്തെ നമ്മൾ സയനൈഡിനെ റിഡക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? CH2NH2 അല്ലേ? അതന്നെയാണ് അമൈഡിനെ റിഡക്ഷൻ നടത്തിയാലും കിട്ടുക. സിമ്പിളാ. അപ്പൊ ഇവിടത്തെ എന്താ സംഭവിച്ചത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കാർബണിന് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇവിടെയുള്ള NH2 അവിടെ തന്നെ ഉണ്ട്. കാർബണിലെ C+O എന്നുള്ള ഓക്സിജൻ മൊത്തത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. പകരം 2 ഹൈഡ്രജൻ വന്നു. CH2NH2 എന്ന് കിട്ടി. എന്താ കിട്ടിയത്? പൊന്നുമോനെ പറ. പ്രൈമറി അമീനാണ് കിട്ടിയത്. പ്രൈമറി അമീന് മാത്രമേ കിട്ടുള്ളൂ സാറേ? അതെ. ഇവിടെ ഉപയോഗിക്കുന്ന അമൈഡിനനുസരിച്ച് നമുക്ക് പ്രൈമറി അമീൻ കിട്ടും. ഇത് പ്രൈമറി അമൈഡാണ്. സെക്കൻഡറി അമൈഡ് ആണെങ്കിൽ സെക്കൻഡറി അമീൻ കിട്ടും. എന്താ സാറേ സെക്കൻഡറി അമൈഡ്? നീ പഠിക്കണ്ട, നിനക്ക് ക്വസ്റ്റ്യൻ ഇല്ല. അത് നീറ്റിനുള്ളതാണ്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. നീ ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്ക്. അമൈഡിനെ റെഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടും പറ? പ്രൈമറി അമീൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ റെഡ്യൂസിങ് ഏജൻസ് വേണ്ടേ? വേണമല്ലോ. റെഡ്യൂസിങ് ഏജന്റ് ഇല്ലാതെ ഒറ്റക്ക് റിഡക്ഷൻ നടക്കൂലല്ലോ. 1, 2, 3. ഏതൊക്കെയാണ് 1, 2, 3? സെയിം. നിങ്ങൾ സെയിം എന്ന് എഴുതരുതേ. നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ 3 ആൾക്കാരെ ഒന്നുകൂടെ അടുത്ത് എഴുതിക്കേ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബാറെത്തനോൾ, കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. എത്ര സിമ്പിൾ ആണെന്ന് നോക്കിയേ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബാറെത്തനോൾ ആൻഡ് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. പൊന്നുമോനെ നോക്കണേ. ഇതിലേത്? നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ 3 ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കണേ. ഇതാ നോക്കിക്കോട്ടെ. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് C+O എന്ത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ആരോ മാർക്കിന് മുകളിൽ കാണുന്നുണ്ട്. സോഡിയത്തെ കണ്ടു, എത്തനോളിനെ കണ്ടു. സോഡിയം ബാർ എത്തനോൾ വന്നാൽ അമൈഡ് റിഡക്ഷൻ നടന്ന് പ്രൈമറി അമീനായിട്ട് മാറും. എന്ത് മാറ്റം സംഭവിക്കും? C+O എന്ന ഈ ഗ്രൂപ്പിന് മാത്രമാണ് മാറ്റം സംഭവിക്കുക. ശരിയല്ലേ? അതിന്റെ തൊട്ട് മുമ്പുള്ള ഗ്രൂപ്പോ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CH2. പൊട്ടനാണ്, കഥയൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. C+O എന്ന ഗ്രൂപ്പ് ഇവിടെ ഞാൻ ബോക്സിലാക്കി വെക്കാൻ മറന്നുപോയി. നിങ്ങൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പെട്ടിയിലാക്കി അടക്കം ചെയ്തെടുത്ത് വെച്ചേക്കടാ. C+O എന്നത് എന്തായി മാറും പറ? NH2 CH2NH2 എന്നായിട്ട് മാറും. C+O എന്നത് ഈ കാണുന്ന ഗ്രൂപ്പ് CH2
NH2 എന്നായി മാറും. ശരിയല്ലേ? ആ ബോക്സിനകത്ത്, ആ വട്ടത്തിനകത്ത് കണ്ടിരുന്നവനാണ് ഈ വട്ടത്തിനകത്ത് എന്ന് മനസ്സിലാവാൻ അതേ വട്ടം ഞാൻ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. C ഡബിൾ ബോണ്ട് ONH2 എന്നത് CH2NH2 ആയിട്ട് മാറും, പ്രൈമറി അമീൻ ആയിട്ട് മാറും. കളി പഠിച്ചോ? അപ്പൊ എന്താ സംഭവിക്കുക? C ഡബിൾ ബോണ്ട് NH2 അമൈഡ്, 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 അമൈഡിന്റെ റിഡക്ഷൻ നടന്നാൽ പ്രൈമറി അമീൻ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ, പെട്ടെന്ന് കിട്ടും. അപ്പൊ C ഡബിൾ ബോണ്ട് NH2 കാണുന്ന മാത്രയിൽ CH2NH2 ആക്കിയിട്ട് മാറ്റുക. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, ഗബ്രിയേലിന്റെ താലിമൈഡിൽ നിന്നുള്ള സിന്തസിസ്. എടാ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്ന് എഴുതി വെച്ചേ. ഹിയർ ഓൺലി primary aliphatic amines are produced. Primary aliphatic amines are produced. Primary amine ഉണ്ടാകുള്ളൂ, അലിഫാറ്റിക് അമീനേ ഉണ്ടാകുള്ളൂ. എന്തുണ്ടാവില്ല? അരോമാറ്റിക് അമീൻ ഉണ്ടാവില്ല. അരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ഒക്കെ ഉള്ള അമീൻ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനൊന്നും ഇപ്പണി പറ്റൂല. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് പ്രകാരം ഉണ്ടാക്കാൻ പറ്റുന്ന അമീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ എഴുതിക്കോ മോനെ, പ്രൈമറി അലിഫാറ്റിക് അമീൻ. ആരാടാ? പ്രൈമറി അലിഫാറ്റിക് അമീനിനെ ഉണ്ടാക്കാനുള്ള വഴിയാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. റിയേജന്റ് കവി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിയേജന്റ് ഏതാ? റിയേജന്റ് ആരാ? ഓർത്തു വെക്ക്. റിയേജന്റ് ആരാടാ? 3 എണ്ണം ഉണ്ട്, എഴുതി വെച്ച്. KOH, RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ്. 3 NaOH. ആരടാ? 3 NaOH. പഠിച്ചോ? ഇത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, പെട്ടെന്ന് തീർത്തു തരാം. ഇതാ ശ്രദ്ധിച്ചോട്ടോ. ഗബ്രിയേലിന്റെ താലിമൈഡ് സിന്തസിസ് എന്താണെന്ന് അറിയണമെങ്കിൽ താലിമൈഡ് ആരാണെന്ന് അറിയണം. എടാ താലിമൈഡ് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ബെൻസീൻ റിംഗ്, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരച്ചോളണേ. ഒരു ബെൻസീൻ കുറച്ചിങ്ങനെ നീളമുണ്ട് കേട്ടോ, കുറച്ച് നീളമുണ്ട്. അപ്പൊ ഒരു തലക്കെന്ന് ചെറുതാക്കി തുടങ്ങിക്കോ. C ഡബിൾ ബോണ്ട് O, ഇവിടെയും C ഡബിൾ ബോണ്ട് O. ഇത് രണ്ടും കോമൺ ആയിട്ട് ഒരു NH ലിങ്ക് ചെയ്തിരിക്കുന്നു. ഹലോ, ഒരു ബെൻസീൻ റിങ്ങിന്റെ അടുത്തടുത്ത പൊസിഷനിൽ 2 C ഡബിൾ ബോണ്ട് O, രണ്ടും കൂടി ഒരു NH ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിച്ച പേരാണ് താലിമൈഡ്. എന്താടാ പേര്? താലിമൈഡ് എന്നാണ് പേര്. PH സൈലന്റ്. താലിമൈഡ് എന്നാണ് പേര്. കണ്ടല്ലോ. ഇനി അതിലേക്ക് വഴിക്ക് വഴി ഓരോ റിയേജന്റ് ആഡ് ചെയ്യണം. ആദ്യം ഞാൻ KOH ആഡ് ചെയ്യുകയാണ്. KOH. അപ്പൊ KOH വരുമ്പോ എന്താ സംഭവിക്കുക എന്നറിയടാ? ഈ H ഇങ്ങോട്ട് പോയിട്ട് H-ഉം OH-ഉം തമ്മിൽ വാട്ടർ ആയിട്ട് അങ്ങോട്ട് പോകും. ഈ H നിന്നിരുന്ന സ്ഥലത്ത് ഈ K വന്നിങ്ങോട്ട് ഇരിക്കും. അപ്പൊ ചിത്രം വരയ്ക്കാനുള്ള ഒരു സമയമെടുക്കൽ മാത്രമേ ഉള്ളൂ. സംഭവം ഭയങ്കര സിമ്പിളാ. നിന്നോട് പരീക്ഷയ്ക്ക് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നെങ്ങാനും ചോദിച്ചാൽ ഞാൻ ഈ വരക്കുന്ന വരകളെല്ലാം നിങ്ങൾ വരക്കണം. ഒരു 2-3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിന്റെ ഭാഗ്യമാണ്. അത് കേരളത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ചിലപ്പോൾ എഴുതൂല, നീ അത് എഴുതും. എന്താ കാര്യം? ഇത് ചിത്രം ഇങ്ങനെ വരക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ചിത്രം വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാ. ഒന്നാമത്തെ ചിത്രം വരയ്ക്കാൻ എന്താണോ അറിവ് വേണ്ടത് അതൊക്കെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ചിത്രം വരയ്ക്കാനും വേണ്ടുള്ളൂ. എന്താണ് അവിടെ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ എന്നൊന്ന് ചെറിയ ബോധം കൊടുത്ത് ചിന്തിച്ചാൽ പ്രശ്നം അവിടെ തീരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ബെൻസീൻ റിങ്ങിനെ അങ്ങനെ വരയ്ക്കുക. ഇതാ ബെൻസീൻ റിങ് അങ്ങനെ വരച്ചു കണ്ടോ. C ഡബിൾ ബോണ്ട് O അങ്ങനെ തന്നെ വരച്ചു. C ഡബിൾ ബോണ്ട് O കണ്ടോ. പിന്നെ N അവിടെ ഉണ്ടല്ലോ, H പോയിട്ട് പകരം അവിടെ ആര് വന്നു? കളറ് മാറിയിട്ടൊരു K കാണിക്കുന്നു. വന്നത് K ആണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. NK വരുന്നു. അതിലേക്കാണടാ അടുത്ത ആള് വരുന്നത്. ആരാ അടുത്ത ആള്? RX വന്നാൽ എന്ത് സംഭവിക്കും? എന്താ നോക്കിക്കോ. RX ആൽക്കൈൽ ഹാലൈഡ്. എന്താ സംഭവിക്കുക എന്നറിയോ? ഈ K R-ഉം തമ്മിൽ വീണ്ടും ഇന്റർചേഞ്ച് ചെയ്യും. സിമ്പിൾ പരിപാടികളാ. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിടാനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതാ ഇതേ ചിത്രം ഒന്നുകൂടെ വരയ്ക്കുകയാണെ. ഇതാ ചിത്രം ഇങ്ങനെ വരച്ചു കൊടുക്കുക. ബെൻസീൻ റിങ്, ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെയും C ഡബിൾ ബോണ്ട് O, ഇവിടെ N. ആ K പോയിട്ട് പകരം അവിടെ ആര് വന്നു? പറ. R വന്നു. R. പരിപാടി കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ആള് ചേർക്കുക. ആരാണ്? മൂന്നാമൻ NaOH. ഇതാ കേട്ടോ, ഇതിലേക്ക് ഞാൻ NaOH ചേർക്കുകയാണെ. NaOH. നിങ്ങളോട് ഞാൻ ആ സത്യം തുറന്നു പറയുകയാണെ. ഇവിടെ 2 മോളിക്യൂൾ NaOH ഉപയോഗിക്കും. 2 NaOH ഉപയോഗിക്കും. NaOH-ലുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ ഇങ്ങനെ നീട്ടി എഴുതുന്നുണ്ട്. എടാ NaOH-ലുള്ള ആളുകളെ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്. ആരൊക്കെയാണ് NaOH-ലുള്ള ആള്? HONA. ശരിയല്ലേ? ഇതന്നെയല്ലടാ NaOH. കാണുന്നില്ലേ നിങ്ങൾ? NaOH. ഒരു NaOH കൂടി എഴുതുകയാണെ. NaOH. എന്തിനെങ്ങനെയൊക്കെ എഴുതണേ സാറേ? നമുക്ക് ആ കിട്ടുന്ന പ്രൊഡക്റ്റ് ശരിക്കും മനസ്സിലാവാൻ. ഇതാ ഞാൻ അതിനൊന്ന്
വൃത്തിക്ക് ഞാൻ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വരക്കുന്നുണ്ട്. ഇതാ വൃത്തിക്കൊന്ന് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് വരക്കുന്നുണ്ട്. ആരൊക്കെയാണടാ NaOH ആരൊക്കെയാണുള്ളത്? ഒരു N, ഒരു ഓക്സിജൻ, ഒരു H, ഇവരല്ലേ ഉള്ളത്. എങ്ങനെയാണ് ഞാൻ ആ കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചോട്ടാ. HON, ഇവിടെ അതെ HON. അപ്പൊ എന്തിനാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് പ്രൊഡക്റ്റ് കിട്ടുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവാനാണ്. എന്നിട്ട് ഈ ബോണ്ട് ഇല്ലടാ, ഈ ബോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടും. ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടും. അപ്പൊ ആ സൈഡിൽ കിട്ടിയ ആൾക്കാരെ നോക്കിക്കേ, ഇതാരാ? R അല്ലേ? ഞാൻ എഴുതുന്നുണ്ട്, R കിട്ടി, R. ഓക്കെ, ഇതാരാ? നൈട്രജൻ ആയിക്കോട്ടെ, RN. അതിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ പറ? 2 ഹൈഡ്രജൻ, RNH2. RNH2 ആരാ? RNH2 പ്രൈമറി അമീൻ. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, പ്രൈമറി അലിഫാറ്റിക് അമീനുകൾ മാത്രമേ കിട്ടുള്ളൂ. പ്രൈമറി അലിഫാറ്റിക് അമീനുകൾ മാത്രമേ കിട്ടുള്ളൂ. ഇതാ കിട്ടി, RNH2 പ്രൈമറി അമീൻ കിട്ടി. പ്ലസ് ബൈ പ്രൊഡക്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എന്നാലും നമുക്ക് വിവരമുണ്ട് എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ അതുകൊണ്ട് വരച്ചു വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാകും. ഇതാ കണ്ടോളനെ, ബെൻസീൻ റിങ് ഞാൻ അങ്ങനെ വരക്കുന്നുണ്ട്. ബെൻസീൻ റിങ്, ഇവിടെ C ഡബിൾ ബോണ്ട് O. ഇവിടെ ആരാടാ ബാക്കിയുള്ളത് നോക്കിക്കേ, ഒരു ഓയും NAയും അല്ലടാ ബാക്കിയുള്ളത്. NaOH നിന്നുള്ള H അങ്ങോട്ട് പോയാൽ ബാക്കി ONA അല്ലേ ബാക്കിയുള്ളത്. അത് ഇവിടെ അങ്ങോട്ട് ചാമ്പുക, ONA. ഇവിടെയും അതുപോലെ C ഡബിൾ ബോണ്ട് O, ONA. കഴിഞ്ഞു. പഠിച്ചാ? ആ ബൈ പ്രൊഡക്റ്റ് കൂടി എഴുതി വെച്ചാൽ പെർഫെക്റ്റ്. ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്, പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ പഠിച്ചാ? അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കടാ. ഇതിനെ ഞാൻ ഒറ്റ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതാണ്. ആദ്യം താലിമൈഡ് വരച്ചു, C ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് O, NH. ഇതല്ലേ താലിമൈഡ്. എന്നിട്ട് ആരോ മാർക്കിന് മുകളിൽ ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഇതൊക്കെ പാടെ ഒരുമിച്ചാണ് പരീക്ഷയ്ക്ക് തന്നത് എന്ന് വിചാരിക്കുക. ഇതാരൊക്കെയാ? KOH, പിന്നെ RX, പിന്നെ NaOH എല്ലാം കൂടി ഒരുമിച്ച് തന്നാൽ ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനൊന്നും നിൽക്കണ്ട, ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് എഴുതാം, RNH2. ഇതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഈ ബോക്സിനകത്ത് കാണുന്നതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. അപ്പൊ നിന്നോടെങ്ങാനും പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ എന്നും പറഞ്ഞ ഒരു 2 or 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ നീ ഈ കാണുന്ന ചിത്രം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? എടാ വലിയ ചിത്രങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒന്നും പേടിക്കണ്ട. ഞാൻ ആ പറഞ്ഞ താളത്തിലൊന്നും ഇങ്ങനെ ചിന്തിച്ചു വന്നു നോക്കിക്കേ, എത്ര സിമ്പിൾ ആണെന്നുള്ളത്. അത് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവൂലേ. H മാറ്റിയ K ഇടുക, K മാറ്റിയ R ഇടുക. എത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാ. വരക്കാൻ അറിയാവുന്നവർക്കും മടിയില്ലാത്തവർക്കും ഈ മാർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടും. അതുകൊണ്ട് വൃത്തിക്കൊന്ന് പഠിച്ചോളണേ. ഈ ബോക്സിലുള്ളത് അവസാനം ഒന്ന് എഴുതി പിടിപ്പിച്ച് വെച്ചോളണേ. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഒറ്റ വരിയിൽ ഞാൻ എഴുതി തീർത്തിട്ടുണ്ട്. ഡീലല്ലേ മോനെ? ഞാൻ ഒന്ന് മാറി തരുന്നുണ്ട്. ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ വീഡിയോ പോസ് ചെയ്യുകയോ ചെയ്തിട്ട് എഴുതിയെടുക്കുക. റിയാക്ഷൻ നമ്പർ 6, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ താഴെ എഴുതുക. വെൻ, ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഒന്ന് എഴുതണേ. വെൻ amide react with bromine and alkali. എഴുതിക്കേടാ. when amide react with bromine and alkali. when amide react with bromine and alkali, comma, primary amine having 1 carbon less is formed. Primary amine having 1 carbon less is formed എന്നെഴുതിയിട്ട് എൻ്റെ പൊന്നു മക്കൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന റിയാക്ഷൻ നേരെ നീട്ടി അങ്ങോട്ട് എഴുതുക. ഞാൻ വായിച്ചുതരാം. RC ഡബിൾ ബോണ്ട് ONH2 plus bromine Br2 plus 4KOH gives RNH2 plus Na2CO3 plus 2NaBr plus 2H2O. നീട്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഈ കാണുന്ന റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് എഴുതി വെച്ചേ. ഒന്നങ്ങോട്ട് എഴുതി വെക്ക്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊന്നുമോനെ, ഞാൻ ഇനി ഇത് പഠിക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ. കാണാതെ അങ്ങോട്ട് പഠിക്കുക. അല്ല സാറേ, ഇത് കുറെ ലെങ്ത് ഇല്ലേ? ഉണ്ട്. നമ്മൾ ആവശ്യക്കാരാണല്ലോ, നമ്മൾ പഠിക്കണം. അല്ല സാറേ, ഇതിന് ഇനിയിപ്പോ ഇത് ഇങ്ങനെ ഓർക്കാൻ എന്തെങ്കിലും വഴിയില്ലേ? ഉണ്ട്, ഓർക്കാൻ വഴിയുണ്ട്. അതെന്താ അറിയോ? അതിന്റെ മെക്കാനിസം ഓർക്കലാണ്. അപ്പൊ ആദ്യം ബ്രോമമൈഡ് ഉണ്ടാകും, അത് റീഅറേഞ്ച് ചെയ്തിട്ട് ഐസോസയനേറ്റ് ഉണ്ടാകും, പിന്നെ അതിലേക്ക് NaOH KOH വരുമ്പോൾ ഈ കാണുന്ന റിയാക്ഷൻ ഒക്കെ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ഇത് കാണാതെ പഠിക്കാൻ നിനക്ക് ചിലവാകുന്ന സമയം 3 മിനിറ്റ് ആണെങ്കിൽ അതിന്റെ മെക്കാനിസം മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് നീ അത് മനസ്സിലാക്കി എടുക്കാൻ എടുക്കുന്ന സമയം ഒരു 15 മിനിറ്റാണ്.
പിന്നെ എന്തിനാടാ നമ്മൾ അതിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം പോയി പഠിച്ചിട്ട് ഈ സാധനം പഠിക്കാൻ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം പഠിക്കാൻ നിൽക്കണോ? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കള്, നല്ല മനസ്സോടെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആവശ്യക്കാരാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഈ സാധനം ഒന്ന് വൃത്തിക്ക് പഠിച്ചേ. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നുണ്ട്. RC double bond NH2 amide react with bromine and alkali give primary amine കിട്ടുന്നു. ബൈ പ്രൊഡക്റ്റുകൾ വായിച്ചോ. Na2CO3 2NaBr 2H2O. ഇനി ആ സത്യം മനസ്സിലാക്കി വെച്ചോ. അമൈഡില് n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെന്ന് വിചാരിക്ക്. കിട്ടുന്ന പ്രൊഡക്റ്റ് ആയ അമീൻ പ്രൈമറി അമീൻ ആണ് ഉണ്ടാകുന്നത്. കണ്ടാ മനസ്സിലാകും. NH2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന പ്രൈമറി അമീൻ ആണല്ലോ. അതില് n-1 കാർബൺ ആറ്റം ഉണ്ടാവുള്ളൂ. n-1 കാർബൺ ആറ്റംസ്. അപ്പൊ റിയാക്ടന്റില് എത്ര കാർബൺ ഉണ്ടോ അതിന്ന് ഒരു കാർബൺ കുറവുണ്ടാകും പ്രൊഡക്റ്റിൽ. പഠിച്ചോ? പ്രൊഡക്റ്റിൽ ഒരു കാർബൺ കുറവുണ്ടാകും. എന്താ അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? എടാ, ഇതിന്റെ റിയാക്ഷൻ എഴുതൽ ഭയങ്കര എളുപ്പാ. എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തം ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതാൻ പറഞ്ഞാൽ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ എഴുതണം. നേരെ മറിച്ച് ഒരു എക്സാമ്പിൾ അങ്ങോട്ട് തന്നിട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞാൽ ഇതൊന്നും ചെയ്യണ്ട. നീ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നിങ്ങൾ നോക്കിയേ. RC ഡബിൾ ബോണ്ട് OH NH2 എന്നതിലെ C ഡബിൾ ബോണ്ട് OH മറച്ചു പിടിച്ചോടാ. C ഡബിൾ ബോണ്ടോ മറച്ചു പിടിച്ചാൽ എന്താ കാണുന്നത്? RNH2 എന്നല്ലേ കാണുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്. ആ C ഡബിൾ ബോണ്ടോ എങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. മാന്തി വലിച്ചെറി. ഇതാ കണ്ടോട്ടാ, എക്സാമ്പിൾ കണ്ടോട്ടോ. വെരി 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 സിമ്പിൾ. ഇതാ നോക്കിക്കോ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് OH NH2. കണ്ടാൽ അറിയാം ഇത് അമൈഡാണ്. ആരോ മാർക്കിന് മുകളിൽ ബ്രോമിൻ എന്ന് കണ്ടു. ആയിക്കോട്ടെ. ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി, ഏത് ആൽക്കലിയും ആവാം എന്നതുകൊണ്ട് തന്നെ ആരോ മാർക്കിന് മുകളിൽ OH- എന്ന് കാണും. അപ്പൊ ബ്രോമിൻ OH- എന്ന് കണ്ടാൽ ഉറപ്പിച്ചോ മോനെ, റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞ്? ഈ ഡബിൾ ബോണ്ടോ മറച്ചു പിടിച്ചാൽ മതി. എത്ര സിമ്പിളാന്ന് നോക്കിക്കേ. എന്നിട്ട് എന്താണോ കാണുന്നത് ഉറക്കെ വിളിച്ചു പറയുക. CH3 CH2 NH2. പരിപാടി കഴിഞ്ഞു. കിട്ടിയ സാധനം പറഞ്ഞേ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് NH2. പരിപാടി കഴിഞ്ഞു. C ഡബിൾ ബോണ്ട് മറച്ചു വെച്ചാൽ മതി. എത്ര എളുപ്പമാണ്. അപ്പൊ എക്സ്പ്ലെയിൻ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാണുന്ന വലിയ ഗമണ്ടൻ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. അതല്ലാതെ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷനിൽ നിന്ന് ഡയറക്റ്റ് നിനക്കൊരു എക്സാമ്പിൾ ആണ് തരുന്നത് എങ്കിൽ ആ C ഡബിൾ ബോണ്ടോ മറച്ചു പിടിക്കുക. കാണുന്നത് എന്താണോ അത് ചാമ്പുക. പ്രത്യേകത മനസ്സിലാക്കണേ. റിയാക്ടന്റിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിക്കേ. ഈ റിയാക്ടന്റിൽ ഇവിടെ 3 കാർബൺ ഇല്ലേടാ. 3 കാർബൺ. കിട്ടിയ പ്രൊഡക്റ്റിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിക്കേ. 2 കാർബണേ ഉള്ളൂ. അതാണ് വ്യത്യാസം. റിയാക്ടന്റിലെ അമൈഡിലുള്ള കാർബണിനേക്കാൾ 1 കാർബൺ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ. അതിന്റെ കാരണം ഇതാണ്. ഈ C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. പഠിച്ചില്ലേ? ഇതോടുകൂടെ അമീൻസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അവസാനിച്ചു. ഞാൻ ഈ അവസാനത്തെ 2 റിയാക്ഷൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേടാ? ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. C ഡബിൾ ബോണ്ട് OH NH2. അതിലാദ്യം ഇത് അമൈഡാണല്ലോ. അമൈഡാണ്. നമ്മൾ ഇന്ന് അമൈഡിന്റെ 2 റിയാക്ഷൻ പഠിച്ചു. ഒന്നാമത്തെ റിയാക്ഷൻ റിഡക്ഷൻ ആണ്. 4ാമത്തെ റിയാക്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചില്ല. ഇതാ ഞാൻ കാണിച്ചുതരാം. അതാ റിഡക്ഷൻ ഓഫ് അമൈഡ്. എവിടെ വരുന്നില്ലല്ലോ. റിഡക്ഷൻ ഓഫ് അമൈഡ്. അമൈഡിന്റെ റിഡക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ എന്താ സംഭവിച്ചത്? C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് CH2 എന്നായി മാറുകയാണ് ചെയ്തത്. റിഡക്ഷൻ നേരത്തെ പഠിച്ച റിയാക്ഷൻ ആടാ. അപ്പൊ റിഡക്ഷൻ നടന്നപ്പോൾ C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് CH2 എന്നായി മാറി. അമൈഡിന്റെ തന്നെ മറ്റൊരു റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഏത്? ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ. അവിടെ എന്താ സംഭവിച്ചത്? C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് ഇല്ലാണ്ടായി. അതാ ഡിഫറൻസ്. ആദ്യം റിഡക്ഷൻ നടന്നപ്പോൾ C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് CH2 ആയിട്ട് മാറി. രണ്ടാമത് ഹോഫ്മാൻ ബ്രോമോമൈഡ് നടന്നപ്പോൾ C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് അങ്ങോട്ട് ഇല്ലാണ്ടായി. അത് രണ്ടും ഒന്ന് മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ ഞാൻ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാണുന്നില്ലേടാ? ഇതൊരു അമൈഡാണ്. അമൈഡ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലായി അമൈഡ് ആണെന്ന്? C ഡബിൾ ബോണ്ട് OH NH2 എന്ന് കാണുന്നുണ്ട്. ശരിയല്ലേ? ഈ C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡാ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചാൽ റിഡക്ഷൻ നടക്കും. C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് CH2 ആയിട്ട് മാറും. ബെൻസീൻ റിംഗ് അങ്ങനെ നിൽപ്പുണ്ട്. കഥയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. C ഡബിൾ ബോണ്ട് OH എന്ന ഗ്രൂപ്പ് CH2 എന്നായിട്ട് മാറി. NH2 എന്ന ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഉണ്ട്.
ബെൻസീൻ ഉണ്ടെങ്കിൽ CH2NH2 എന്നല്ലടാ പ്രൊഡക്റ്റ് ഉണ്ടാവുക. എപ്പോ റിഡക്ഷൻ ആണെങ്കിൽ. എന്നാൽ രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിക്കേ, ബ്രോമിനും ആൽക്കലിയും. ബ്രോമിനും ആൽക്കലിയും. എടാ ബ്രോമിനും ആൽക്കലിയും വന്നാൽ ഏതാ റിയാക്ഷൻ? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞു, ഏതാ? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ അല്ലേടാ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനില് C+O എന്ന ഗ്രൂപ്പ് എന്തായി മാറും? ഒന്നും ആയി മാറൂല, അത് അങ്ങോട്ട് ഇല്ലാണ്ടാകും എന്നല്ലേ പഠിപ്പിച്ചത്. അപ്പൊ ബെൻസീൻ റിങ്ങിൽ ആ C+O എന്ന ഗ്രൂപ്പ് അങ്ങോട്ട് ഇല്ലാണ്ടായിട്ട് നേരെ ആ NH2 വന്ന് അങ്ങോട്ട് കയറും. പഠിച്ചോ? ബെൻസീൻ റിങ്ങിൽ NH2. വ്യത്യാസം പഠിച്ചോ? ഇവന്റെ പേരാണ് ബെൻസൈലമീൻ. ഇവന്റെ പേരാണ് ബെൻസൈലമീൻ. നേരത്തെ പറഞ്ഞു ഇവന്റെ പേരാണ് അനിലിൻ. അനിലിൻ. അപ്പൊ ഒരേ റിയാക്ടന്റ് ബെൻസൈലമീനും തരാം അനിലും തരാം. എന്ത് വ്യത്യാസം? അതിന്റെ ഒന്ന് റെഡ്യൂസിങ് ഏജന്റ് ആണ്, അപ്പൊ റിഡക്ഷൻ നടക്കും. രണ്ട് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ആണ്, അപ്പൊ C+O ഇല്ലാണ്ടയാകും. പഠിച്ചില്ലേ? നേരത്തെ പറഞ്ഞതിനെ ഒന്ന് ബോക്സിലാക്കി വെക്കാൻ, ഒന്ന് മനസ്സിലേക്ക് ഉറപ്പിച്ചു വെക്കാനാണ് ഞാൻ ഈ സാധനം ഒന്ന് എഴുതി തന്നത്. അടുത്തതിലേക്ക് പോകാം. ലാസ്റ്റ് ഹെഡിങ്, ഇന്ന് പഠിക്കുന്നതിൽ അവസാനത്തെ ഹെഡിങ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ NCERT ആകെ പ്രധാനമായിട്ട് പറയുന്നത് അമീൻസിന്റെ ബോയിലിംഗ് പോയിന്റ് മാത്രമാണ്. ആരാടാ പറ? അമീൻസിന്റെ ബോയിലിംഗ് പോയിന്റ് മാത്രമാണ്. എടാ ബോയിലിംഗ് പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണല്ലോ. ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ സ്ട്രെങ്തിനനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങളൊന്ന് പറഞ്ഞേ മോനെ, പ്രൈമറി അമീൻ ഇല്ലടാ, പ്രൈമറി അമീൻ. ഈ പ്രൈമറി അമീനിൽ NH2 എന്നല്ലേ, NH2. അപ്പൊ NH2 എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ ഇയാൾക്ക് 2 ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റും. 2 ഹൈഡ്രജൻ ബോണ്ടിങ്. എന്തുകൊണ്ട്? നൈട്രജനുമായി കണക്റ്റഡ് ആയി കിടക്കുന്ന 2 ഹൈഡ്രജൻ അവിടെ ഉള്ളത് കൊണ്ട് 2 ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ സെക്കൻഡറി അമീൻ RNHR എന്ന് പറയുന്ന ആളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് എത്ര ഹൈഡ്രജൻ ബോണ്ടിങ് പറ്റും? പറ. 1 ഹൈഡ്രജൻ ബോണ്ടിങ് മാത്രമേ അയാൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ശരിയാണോ? അടുത്തത് ടെർഷ്യറി അമീൻ ആണ് RNR. ശരിയല്ലേ? അയാളിൽ പക്ഷേ ഹൈഡ്രജനുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റില്ല. നോ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ എവിടെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആയിട്ടുണ്ടാവുക? പ്രൈമറി അമീൻ. കാര്യം അവിടെ 2 ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, പിന്നെ സെക്കൻഡറി അമീൻ, പിന്നെ ടെർഷ്യറി അമീൻ. ആ ഓർഡറിലാണ്. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി എന്ന ഓർഡറിലാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ സ്ട്രെങ്ത് അവരുടെ സ്ട്രെങ്ത് ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഇവിടെ 2 എണ്ണം, ഇവിടെ 1, ഇവിടെ ഇല്ല. അതേ ഓർഡറിലായിരിക്കും ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഏതമീനാ കൂടുതൽ? പറ. പ്രൈമറി അമീനാണ് കൂടുതൽ, പിന്നെ സെക്കൻഡറി അമീൻ, പിന്നെ ടെർഷ്യറി അമീൻ. പഠിച്ചല്ലോ മോനെ? എഴുതിയെടുക്കൂ. പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീനുകളിൽ പ്രൈമറിക്ക്, പിന്നെ സെക്കൻഡറിക്ക്, പിന്നെ ടെർഷ്യറിക്ക്. പഠിച്ചില്ലേ മോനെ? ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഞാനൊരു 2 എക്സാമ്പിൾ എല്ലാ ചാപ്റ്ററുകളിലും ചെയ്ത് കാണാറുള്ള 2 എക്സാമ്പിൾ ഞാൻ വീണ്ടും നിങ്ങൾക്കൊന്ന് ചെയ്തു തരാണ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എഴുതിക്കേടാ. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. CH3NH2 CH3CH2NH2 രണ്ടാൾക്കാർ ഒന്ന് അറേഞ്ച് ചെയ്തേ. CH3NH2 ആണോ CH3CH2NH2 ആണോ ബോയിലിംഗ് പോയിന്റ് കൂടുക? ഇവരൊക്കെ ഗ്യാസുകളൊക്കെയാണ് കേട്ടോ. അതിന് നോർമൽ കണ്ടീഷനിൽ അവർക്ക് ബോയിലിംഗ് പോയിന്റ് ഉണ്ട് എന്നൊന്നും ഇതിന് അർത്ഥമില്ല. ഞാൻ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറയാൻ. മീഥൈൽ അമീനും എത്തനമീനും ആർക്കാടാ ബോയിലിംഗ് പോയിന്റ് കൂടുക? ഇതാ ഞാൻ പഠിപ്പിച്ചു തന്നു. ബോയിലിംഗ് പോയിന്റ് പഴയ ചാപ്റ്ററുകളിലെല്ലാം നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ കൂടുതൽ കാർബൺ ഉണ്ടായാൽ കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. എല്ലായിടത്തും കാണാറുള്ള സാധനം തന്നെ. എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 2, കാർബൺ ആറ്റത്തിന്റെ എണ്ണം സെയിം ആയാലോ? ഫോർ എക്സാമ്പിൾ കണ്ടോ, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് NH2. ഒരാള്. അടുത്ത ആള് നോക്കിക്കോ. CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് NH2. രണ്ടാളിലും എത്ര കാർബൺ ഉണ്ട് നോക്കിക്കേ. രണ്ടാളിലും 4 കാർബൺ അല്ലേടാ ഉള്ളത്. 4 കാർബൺ. ഇവിടെയും 4 കാർബൺ, അവിടെയും 4 കാർബൺ. അപ്പൊ കാർബണിന്റെ എണ്ണം സെയിം ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. പല തവണ പലയിടത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ബ്രാഞ്ചിന്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇവിടെ ബ്രാഞ്ചിന്റെ എണ്ണം കൂടുതലുള്ളത് ഇവിടെയാണ്.
അവിടെ ബോയിലിംഗ് പോയിന്റ് കുറയും. ബ്രാഞ്ച് ഒന്നുമില്ലാത്ത നോർമലായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നവനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക. ഡീലല്ലേ മോനെ? ഇതോടുകൂടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അമീൻസ് എന്ന ചാപ്റ്ററിന്റെ ഒരു പാർട്ട് കൂടെ ഉണ്ട്, അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ്, അതിന്റെ അവസാനത്തിൽ ബെൻസിൻ ഡയസോണിയം സോൾട്ടിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ. അതോടുകൂടെ ഈ ചാപ്റ്റർ തീരും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.